ഇതാണ് ഞാൻ പറഞ്ഞത് ഏസർ ബീസ്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് ഗാർഡാണ് ഇത്. പക്ഷേ നമുക്ക് സ്റ്റിക്കർ സെപ്പറേറ്റാണ് കിട്ടിയത്. അപ്പം ഓജി ആണോ ഡൂപ്പാണോ എന്നും ഡൗട്ടുണ്ട്. ഹലോ വാട്സപ്പ് ഗൈസ്, ദിസ് MEC46. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ ഹാൻഡ് ഗാർഡ് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽ വെയിറ്റൊക്കെ റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്കിത് നോക്കാം എങ്ങനെയാണെന്ന് റിമൂവ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇതാണ് ഹാൻഡിൽ വെയിറ്റ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഹാൻഡിൽ വെയിറ്റ് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഒരു ചെറിയ സ്പേസ് വയ്ക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ വയ്ക്കാൻ പോകുന്ന ഹാൻഡ് ഗാർഡ്. ഹാൻഡ് ഗാർഡ് അത്യാവശ്യം ക്വാളിറ്റി പ്രീമിയമാണ്, ബാൻഡോസിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ചെറുതായിട്ട് വയ്ക്കേണ്ട സ്പേസർ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്പേസർ. അപ്പോൾ ഇത് നമ്മൾ ഹാൻഡിൽ വെയിറ്റ് മാറ്റിയിട്ട് അതിൻ്റെ ഇടയിലാണ് ഇത് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വയ്ക്കുമ്പം ഒരു സ്പേസറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രേക്കിലോ ക്ലച്ചിലോ ഒക്കെ ഒന്നും തട്ടാതെ അതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ഹാൻഡ് ഗാർഡ്. അപ്പോൾ ഇതൊന്ന് 2, ഓക്കെ. അപ്പോൾ അത് 2 മാറ്റി വയ്ക്കണം. ഇനി അതിൻ്റെ ഇടയിൽ വയ്ക്കാനുള്ള സാധനമാണ് ഇത് വന്നിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നില്ല, ഹാൻഡിൽ ഹോൾഡ് ചെയ്യുന്ന പീസാണ്. പിന്നെ ഇത് നമുക്ക് ആവശ്യമില്ല, മാറ്റി വയ്ക്കാം. ഇത് രണ്ടും ഈ ഹാൻഡിലിൻ്റെ ഇടയിൽ വയ്ക്കേണ്ട സാധനമാണ്. അപ്പോൾ ഇതിന് ഒരു 4 വേണം. പിന്നെ അതിൽ വയ്ക്കേണ്ട സ്ക്രൂസ് അല്ലെങ്കിൽ ബോൾട്ട്സ് അതൊക്കെയാണുള്ളത്. അപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയിലാണ് അല്ലെങ്കിൽ ബോൾട്ട്സ് ഇടുന്നത്. പിന്നെ ഒരു വേറെ അല്ലെങ്കിൽ ടൈപ്പ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്കതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഗൈസ്, ഈ ക്ലാമ്പുണ്ടല്ലോ, ഈ ക്ലാമ്പ് ഇങ്ങനെ ഈ യു ഷേപ്പ് ഇരിക്കുന്നത് നമ്മളെ ഡിസ്ക് ബ്രേക്കിൻ്റെ, അതായത് നമ്മളെ ഈ ഒയർ പോകുന്നില്ല ബ്രേക്കിൻ്റെ, ആ ഫ്ലൂയിഡ് അതിൻ്റെ അടി കൂടെ വേണം എടുക്കാൻ, എന്നാലേ പക്കയായിട്ട് ഇരിക്കത്തുള്ളൂ. പിന്നെ ഈ സൈഡ് നമ്മൾ വേറെ ബോൾട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഹാഫ് ത്രെഡേ ഉള്ളൂ, മറ്റേത് ഫുൾ ത്രെഡാണുള്ളത്. മറ്റേ ഞാൻ വാഷിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഫുൾ ത്രെഡാണ്. ഇടയിൽ സ്പേസർ ഇട്ടിട്ടുണ്ട്. സെറ്റാണെല്ലാം ഓക്കെ. അപ്പോൾ ഫൈനലി ഗൈസ്, നമ്മളെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. നേരെ ഇട്ടിയോണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇപ്പുറത്തെ കാണിക്കാത്തത്. അതുകൊണ്ട് അപ്പുറത്ത് ജസ്റ്റ് ഒരു വെച്ചതേ ഉള്ളൂ. ഇതേപോലെ സെയിം തന്നെയാണ് അപ്പുറത്തും വെച്ചത്. പക്ഷെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കുറച്ച് വലിച്ചു വെച്ചിട്ടാണ് ഞാൻ ടൈറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വേറെ ഈ ബ്രേക്കിനോ ഈ ക്ലച്ചിനോ വേറെ പ്രശ്നമില്ല. നമ്മൾ ചെയ്യാൻ നേരത്തെ ആദ്യം ഈ ക്ലച്ചിൻ്റെ ലൂസാക്കണം, ബ്രേക്കിൻ്റെ ലൂസാക്കണം, നീക്കി വെക്കണം, എന്നിട്ടാണ് ചെയ്യാൻ. അപ്പോൾ ഇത് ഞാൻ ആഡ് ചെയ്തതാണ്, ഈ സ്പേസർ ആഡ് ചെയ്തതാണ്, ഈ അല്ലെങ്കിൽ ബോൾട്ടും ഈ വാഷറും എല്ലാം ഞാൻ ആഡ് ചെയ്തതാണ്. വേറെ ഇതിലുള്ള സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ മറ്റേ സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റത് ഇപ്പം നോർമലി ഇതിൻ്റെ കൂടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ഹാൻഡിൽ വെയിറ്റ് വയ്ക്കാൻ പറ്റാത്തതിനൊക്കെയുള്ള ഒരു ക്ലിപ്പ് പോലത്തെ സാധനമാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചാലേ ഒരു സാധനമായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇപ്പം കണ്ട ഓവർ ലുക്ക് നല്ല വ്യത്യാസം വന്നില്ലേ? അപ്പോൾ ഇതിൽ ഇനി ഒരു സാധനം വരാണ്, കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞത് ഏസർ ബീസ്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് ഗാർഡാണ് ഇത്. പക്ഷേ നമുക്ക് സ്റ്റിക്കർ സെപ്പറേറ്റാണ് കിട്ടിയത്. അപ്പം ഓജി ആണോ ഡൂപ്പാണോ എന്നും ഡൗട്ടുണ്ട്. പക്ഷേ ഇത് ഒറിജിനലാണ്, വേറെ സീനൊന്നുമില്ല. അകത്ത് മെറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മിക്കവാറും ഒറിജിനലാണെന്ന് ചാൻസ്. അപ്പം ഈ സ്റ്റിക്കർ അതിൻ്റെ അകത്തിരുന്ന് വല്ല സ്ക്രാച്ചും പറ്റി പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരിങ്ങനെ സെപ്പറേറ്റ് അയച്ചത്.
ചിലപ്പം അങ്ങനെ ആയിരിക്കും വരുന്നത്, എനിക്കറിയത്തില്ല. ഏഷ്യർ ബഗ്സിൻ്റെ ഹാൻഡ് ഗൺ ഞാൻ ഒരിക്കൽ വെച്ചത് സെക്കൻഡ്സാണ് വെച്ചത്. അപ്പോൾ ഇത് ഫ്രഷ് ഇങ്ങനെ ആയിരിക്കും വരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഈ വൈബ്രേഷനോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ തന്നെ വിളിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.